സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുക അല്ലെങ്കിൽ ഇത്രയും കാലം ഒരു പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുക, ഒരു കാര്യം വരുമ്പോൾ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ ആ പാർട്ടിക്കാർ തന്നെ തള്ളിപ്പറയുന്ന ഒരവസ്ഥ, ഒരു മനുഷ്യനുണ്ടാക്കുന്ന ഒരു വേദന എത്രത്തോളമാണ് എന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ. വിജയനും ഒരു കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് വിടാൻ, പാർട്ടി വിടാൻ ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടുവന്ന കോൺഗ്രസ് എന്ന വികാരം അതിനെ ഇല്ലാതാക്കാൻ വിജയനെ പ്രേരിപ്പിച്ചതും ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ തന്നെയാകുമല്ലേ? വിനിഷ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമാവുന്നത് എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്നും പലരും വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായി ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മുള്ളൻകൊല്ലി നിന്നും INTUC പ്രവർത്തകർ കോൺഗ്രസ് പാർട്ടി വിട്ട് INTUC വിട്ട് CITU-യിലേക്കും കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ UDF-ന് എതിരെ ഇടതുപക്ഷത്തേക്ക് നിന്നുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. 8 INTUC പ്രവർത്തകരാണ് അങ്ങനെ മാറിയത്. ഇതിനൊക്കെ അടിസ്ഥാനപരമായി അവർ പറയുന്നത് വെറും ഈ സ്ഥാനമോഹം കൊണ്ട് മാത്രമല്ല, അവർ അത്തരത്തിൽ മാറിയതല്ല ഇവരൊന്നും തന്നെ. കോൺഗ്രസിന്റെ കെടുകാര്യസ്ഥത, അതിലപ്പുറം അവർ ഇവരോട് കാണിക്കുന്ന, അതുപോലെ ജനങ്ങളോട് കാണിക്കുന്ന കൊടിയ വഞ്ചനകൾ, മുള്ളൻകൊല്ലി പഞ്ചായത്തിനെയും അതുപോലെ തന്നെ പുൽപ്പള്ളിയെയും സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള അഴിമതി, കോഴവാങ്ങൽ, ഇതൊക്കെ തന്നെ അവിടെയുള്ള ആളുകളെ, അതുപോലെ തന്നെ മകൻ SFI പ്രവർത്തകനും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്നതും കൊണ്ട് അച്ഛന് ജോലി നിഷേധിക്കുന്ന അവസ്ഥ, ആ രീതിയിലൊക്കെ തന്നെയാണ് അങ്ങനെ INTUC-യിൽ നിന്നും അവർ മാറാൻ തീരുമാനിച്ചത്. ആശയപരമായ ഒരു മാറ്റം തന്നെയായിരുന്നു അത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് മൂപ്പനാട് പഞ്ചായത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മൂപ്പനാട് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയും അതുപോലെ തന്നെ നേരത്തെ മൂപ്പനാട് പഞ്ചായത്ത് അംഗവുമായ K. വിജയൻ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും CPIM-ലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായി. അദ്ദേഹം പറയുന്നത് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല, അതായത് ഇത്തരത്തിൽ ഒരു സ്ഥാനം ആഗ്രഹിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല അദ്ദേഹം ഇവിടേക്ക് വരാനുള്ള കാരണം ആശയപരമായ ഒരു മാറ്റം തന്നെയാണ് എന്ന് വേണം പറയാൻ. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് 25 വർഷമായി കോൺഗ്രസ് ഇവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് വലിയ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ വീട്ടിലാണുള്ളത്, അദ്ദേഹം നമ്മളുടെ കൂടെയുണ്ട്. വിജയേട്ട, എന്താണ് ഈ ഒരു മാറ്റത്തിന്? കുറേ കാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗമായിരുന്നു, കോൺഗ്രസിന്റെ ഈ നാട്ടിലെ നേതാവാണ് അല്ലേ? എന്താണ് ഇങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് വിജയേട്ടന് ഉണ്ടാകാനുള്ള കാരണം? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം വിലയിരുത്തിയത്. കാരണം ലൈഫ് ഭവന പദ്ധതി, അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള 2000 രൂപ പെൻഷൻ പദ്ധതി, അതുപോലെ തന്നെ ഇപ്പോൾ മുണ്ടക്കയിലെ വിഷയമായാലും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതായിരുന്നെങ്കിൽ പോലും ആ പ്രശ്നങ്ങളൊക്കെ വളരെ സമയബന്ധിതമായിട്ട് നടപ്പാക്കുന്ന ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു നല്ല കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ പഞ്ചായത്ത് UDF ഭരിക്കുകയാണ്. ഈ 25 വർഷത്തിനിടയ്ക്ക് ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ ഈ പഞ്ചായത്ത് വളരെ പിന്നോക്കം പോയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ വരുമ്പോൾ കണ്ടു റോഡ് വളരെ മോശമായി കിടക്കുന്ന റോഡ് അല്ലേ? എല്ലാ നാട്ടിലും, അതായത് കേരളം മുഴുവൻ മാറുകയാണ്, കേരളത്തിലെ എല്ലാ റോഡുകളും മാറുകയാണ്. പക്ഷേ മൂപ്പനാട് പഞ്ചായത്തിലെ റോഡ് മാത്രം, ഈ സ്ഥലത്തെ റോഡ് മാത്രം വളരെ മോശമായ അവസ്ഥയിലാണ്. എന്താണ് കാരണം? അതെ, കല്ലിക്കണി ഉന്നതിയിലേക്കുള്ള റോഡാണത്. 2 കിലോമീറ്റർ റോഡുണ്ട്. കഴിഞ്ഞ 2004 ടാർ ചെയ്ത റോഡാണ്. ഇപ്പോൾ യാതൊരു രീതിയിലും നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ആ റോഡ് അത്ര മോശമായ ഒരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. അത് തന്നെ വലിയൊരു പരാജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൂപ്പനാട് പഞ്ചായത്തിന്റെ പണം കൊടുത്തു തോന്നുന്നു, സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്, പക്ഷേ സമയബന്ധിതമായിട്ട് നടപ്പാക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല. വളരെ ഒരു എന്താ പറയുക, ഒരു നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് പഞ്ചായത്തിന്റെ. അല്ല, നമുക്ക് വളരെ സങ്കടമുണ്ട്. പക്ഷേ ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ട് ഇപ്പം നടുവൊടിഞ്ഞൊരവസ്ഥയല്ല. മാറി വന്നു. പിന്നെ വാർഡ് മെമ്പർമാർ ഇവിടെ മാറി വന്നിട്ടും ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാരായിരുന്നു. അപ്പോൾ മാറി വന്നിട്ടും ഇതിന് യാതൊരു പരിഹാരവും ഇല്ല. ഞങ്ങൾ കരുതി ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് 2020 വീണ്ടും ഒരു മെമ്പറെ വിജയിപ്പിച്ചു. അത് ഒരു പരിഹാരം ഉണ്ടായില്ല. ജനങ്ങൾ നമ്മളെ പഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ മുന്നണി, ഈ പാർട്ടി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങളോട് നമ്മൾ മറുപടി പറയണ്ടേ? നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം 10-40 വർഷക്കാലമായിട്ട്
വർഷമായിട്ട് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താണ് കോൺഗ്രസിൻ്റെ കീഴിൽ. പക്ഷേ നമുക്ക് ജനങ്ങളോട് മറുപടി പറയാനില്ല. ജനങ്ങളോട് പല രീതിയിൽ മറുപടി പറഞ്ഞ് ഇനി ജനങ്ങളുടെ മുന്നിലേക്ക് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നമ്മൾ ജനങ്ങളോട് എന്ത് മറുപടി പറയും എന്നുള്ള ഒരു വലിയ ആശങ്കയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ തരത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ ജനസമഗ്രമായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ഇപ്പോൾ പഞ്ചായത്തിൽ ഇപ്പോൾ 5 വർഷത്തെ 2020 മുതൽ 25 വരെയുള്ള ഭരണകാലത്ത് 3 പ്രസിഡന്റുമാരാണ് അവിടെ മാറ്റമുണ്ടായത്. ഈ 3 പ്രസിഡന്റുമാരുടെ മാറ്റം തന്നെ ഇവിടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സമായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ടുണ്ടായ റോഡിൻ്റെയൊക്കെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പ്രധാന കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 വർഷത്തിന് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പോലും കഴിവില്ലാത്ത ഒരു UDF സംവിധാനം ഇവിടെ ഉണ്ടായാൽ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ള ആശങ്ക തന്നെയാണ് ഈ മാറ്റത്തിന് ഒരു കാരണമെന്ന് എനിക്ക് പറയാൻ ഈ അവസരത്തിൽ സംസാരിച്ചപ്പോൾ മറ്റെന്തൊക്കെയോ കോൺഗ്രസ് പാർട്ടിയിലെ വിഷയങ്ങൾ എന്തൊക്കെയോ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഉള്ള മേൽത്തട്ടിലുള്ള തീരുമാനങ്ങളെടുത്ത് താഴെത്തട്ടിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ സ്വീകരിക്കുന്നത്. അതിലൊരു ബലിയാടാണ് നമ്മളെയൊക്കെ വളരെ തരത്തിൽ ബ്ലോക്ക് സെക്രട്ടറി തന്നെ അപമാനിക്കുന്ന ഒരു യോഗത്തിലേക്ക് ചെന്നപ്പോൾ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ഈ പാർട്ടി എവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രമാത്രം അവർ പ്രസിഡന്റിൻ്റെ മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രസിഡന്റിനെ മാറ്റുന്നു, ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ മാറ്റുന്നു, പകരം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അല്ലെങ്കിൽ ഈ തരത്തിൽ ജനങ്ങളോട് നമുക്ക് സമ്മതിക്കേണ്ടതാണ്, ജനങ്ങളെ മുന്നോട്ട് പോകേണ്ടതാണ്, ജനങ്ങളുമായിട്ടാണ് നമ്മൾ ആശയവിനിമയം നടത്തേണ്ടത്, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനേക്ക് മുന്നിൽ കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണ് നമ്മൾ ആ യോഗത്തിലേക്ക് പങ്കെടുപ്പിക്കാതെ നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. ഇതുതന്നെയാണ് ഗ്രൂപ്പ് രാഷ്ട്രീയം വളരെ അതിപ്രസരമായിട്ട് ഈ പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ ബാധിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ഈ മാറ്റത്തിന് മറ്റൊരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്. ലീഗ് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഈ പഞ്ചായത്തിനെ പിടിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് ലീഗ് വലിയൊരു വാഗ്വാദം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ലീഗ് മതി, ലീഗ് ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് നിലനിർത്താം എന്നുള്ള ഒരു സമീപനം അവർ പരസ്യമായി പറഞ്ഞ ഒരു സാഹചര്യവും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ തരത്തിൽ കോൺഗ്രസ്സുകാരുടെയും അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളിലും വലിയ ആശങ്കയിലാണ് ആ കാര്യത്തെക്കുറിച്ച് കാണുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിലെ ഭരണ സംവിധാനം മാറണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങളുടെ ഒരു പൊതുവികാരം അതാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 25 വർഷമായി പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെ, 25 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് ഇത് 8ാം വാർഡാണ്, ഇത് മുപ്പനാട് പഞ്ചായത്തിലെ 8ാം വാർഡാണ്. അപ്പോൾ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ഈ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും വിനിഷ, ഇതാണ് അവസ്ഥ. മൂപ്പനാട് പഞ്ചായത്തിൽ 8ാം വാർഡിലാണ് സംഭവം നടക്കുന്നത്. 8ാം വാർഡിൽ മാത്രമല്ല, മൂപ്പനാട് പഞ്ചായത്ത് UDF ഭരിക്കുന്ന കഴിഞ്ഞ 25 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവിടെ ഒരു വികസന പദ്ധതികളും നടപ്പിലാക്കാൻ UDF തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്താകെ വലിയ വികസനം കൊണ്ടുവരുമ്പോൾ മൂപ്പനാട് പഞ്ചായത്തിനെ മാത്രം പിന്നോട്ടടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ടും കോൺഗ്രസും UDF-ഉം UDF നേതാക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഒന്നും ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ്. അത് ആ രീതിയിൽ വരുത്തി തീർക്കാൻ പഞ്ചായത്ത് ഇവിടെയൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റു പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ നമുക്കറിയാം, എല്ലാവരും വികസനത്തിന്റെ പാതയിലേക്ക് കുതിക്കുന്ന ഒരു സമയമാണ്. വയനാടിന് പ്രത്യേക പരിഗണന നൽകി എല്ലാ വികസന പദ്ധതികളും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, തുരങ്കപാത, അതുപോലെ തന്നെ ടൗൺഷിപ്പ്, ലോകോത്തര മാതൃകയായ ടൗൺഷിപ്പ്, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരു പഞ്ചായത്തിനെ ആകെ വികസനത്തിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ വന്നാൽ ആർക്കും മനസ്സിലാകാം, ഞങ്ങൾ വരുന്ന വഴിയിൽ കാണുന്ന റോഡ് പോലും അത്രയും ശോചനീയമായ ഒരു അവസ്ഥയിലേക്കാണ് റോഡുകളൊക്കെ തന്നെ ഉള്ളത് എന്നുള്ളത് നമുക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്രയും ശോചനീയമായ അവസ്ഥയിലേക്കാണ് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ വിഷ്വലിലേക്ക് തന്നെ കടക്കാം. എന്തിനാണ് ഇത്തരത്തിൽ ഒരു പഞ്ചായത്തിനെ ആകെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്നത് എന്നുള്ള ചോദ്യം അത് ജനങ്ങളിൽ നിന്നും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25 വർഷത്തിന് ശേഷം ഇവിടെ ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നു. അത്രയധികം ഇതാണ് ഒരു റോഡ്.
മനം മടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് കോൺഗ്രസ് പാർട്ടി വിട്ട് CPM-നോട് ചേർന്ന് പ്രവർത്തിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് വിജയൻ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ UDF വിട്ട് LDF-ലേക്ക് വരാൻ, CPIM-ലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ മാറുന്ന ഒരു സ്ഥിതി, വിജയനെ പോലുള്ള ആളുകൾ മാറുന്ന ഒരു സ്ഥിതി, മനം നൊന്ത് മാറുന്ന ഒരു സ്ഥിതി എന്ന് വേണം പറയാം. വികസന മുരടിപ്പിൽ മനം നൊന്ത് മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും വയനാട് മാറുകയാണ്.